ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തങ്ക ഹോബി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സീസണിലേക്ക് തയ്യാറാക്കി വെച്ച പ്രാവുകളാണിത്. ഇതൊക്കെ നമ്മളെ പ്രാവള് ഏകദേശം പ്രാവള് ഒരു 6 മണിക്കൂർ പറപ്പിച്ച് മുറിച്ചിട്ട് പ്രാവുകളാണ്. അവരെ ഇനി ചിറക് വലിക്കാനുണ്ട്. ഏകദേശം ഫെബ്രുവരി പകുതി ആവാനായി. ഫെബ്രുവരി പകുതി കഴിഞ്ഞ് 23 അപ്പൊ നമ്മള് പ്രാവളെ ചിറക് വലിച്ച് സെറ്റാക്കാൻ നിൽക്കുകയാണ്. ആദ്യം നമ്മളൊരു ബാച്ച് വലിക്കും, പിന്നെ നമ്മൾ ഏകദേശം വേറെ ബാച്ച് വലിക്കുക. ഇപ്പൊ ഫീമെയിലിന്റെ ബാച്ചാണ് വലിക്കുന്നത്. അത് ഇനി മെയിലിന്റെ ബാച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് മെയിലിന്റെ ബാച്ച് വലിക്കുള്ളൂ. എന്താ വെച്ചാൽ അതിന്റെ ടൈമിൽ ട്രെയിനിങ് ആകുമ്പോൾ എന്താ വെച്ചാൽ തമ്മിലുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ ഇത് ഞാൻ ഈ പ്രാവിനെ കാണിച്ചില്ലേ, ഈ മെയിലിന്റെ കുട്ടിന്റെ കുട്ടിയായിട്ടത് പ്രാവ്. ഇതിനകത്ത് എത്ര കല്ല് ഞാൻ പറഞ്ഞുതരാം. 1 2 3 4. അപ്പൊ ഇത് 6ാമത്തെ കല്യാണ് കേട്ടോ അത് വരുന്നത്. ചോരച്ചർക്ക് വരുന്ന കാണാൻ പറ്റും കണ്ടോ, ചോരച്ചർക്ക്. ഇതാണ് ചോരച്ചർക്ക് കേട്ടോ. അപ്പൊ ആ ചെറുക്ക് ഒരിക്കലും വലിക്കരുത്. ആ ചെറുക്ക് വലിച്ച പ്രാവൾക്ക് കേടാണ്. ആ സീസണിൽ തന്നെ ആ പ്രാവിന് പിന്നെ വിടാൻ കഴിയില്ല. അടുത്ത സീസണിൽ വിടാൻ പറ്റുമെന്ന് ചാൻസ് കുറവാണ്. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പൊ നമ്മൾ ഈ പ്രാവിന്റെ ചെറുക്ക് ഈ സൈഡിൽ നിന്ന് വലിക്കുന്നുണ്ട് കേട്ടോ. ഒരാളൊക്കെ ഒറ്റക്ക് സുഖമായിട്ട് വലിക്കാതൊക്കെ സിമ്പിളായിട്ട് 2 വിരലുകൊണ്ട് ചെറുക്ക് വലിക്കുന്നത് സിമ്പിളായിട്ട് വലിക്കാവുന്നുള്ളൂ. അപ്പൊ ഞാൻ പുതിയ ചെറുക്ക് നല്ല ഹെൽത്തായിട്ടുള്ള ചെറുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ പ്രാവിനുണ്ടോ, ഈ ഒരു ചെറുകട വെച്ചിട്ട് ഈ ചെറുക്കാണ്. ആ ചെറുകട വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ചെറുക്കും വലിച്ചിട്ടുണ്ട്. ഓക്കെ ഉണ്ടോ, നമുക്ക് 2 വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചു കാണുന്ന ചെറുക്ക് ഉണ്ടോ. വളരെ സിമ്പിളായിട്ട് വലിക്കാനുള്ളൂ. ചെറിയ 2 ആൾ പിടിച്ചിട്ടൊക്കെയാണ് ചെറുക്ക് വലിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ചെറുക്ക് നോക്കേണ്ടത് ചെറുക്കിൻ്റെ ഉള്ളിൽ ചോരച്ചെറുക്കുണ്ടോ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. 2026 സീസണ് നമുക്ക് നോക്കാം. ഇവിടേക്കാണ് വിടാനുള്ളത്. പിന്നെ കുറച്ച് കുഞ്ഞന്മാരുണ്ട്. ഈ ഒരു വർഗം പ്രാവ് ഏകദേശം ഇവിടെ മലപ്പുറം കോഴിക്കോട് ഏരിയയിൽ ഏകദേശം കൂട്ടിലൊക്കെ കുറെ കൂട്ടിൽ ഈ പ്രാവുകളുണ്ട്. വെള്ളവർഗം എന്ന് പറഞ്ഞാൽ അറിയാൻ മതിയാവും. ഏകദേശം പ്രാവുകൾ ഞാൻ ഏകദേശം കൂട്ടിലൊക്കെ ഈ പ്രാവുകളെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കൂട്ടിലുണ്ട്. വെള്ളവർഗത്തിൽപ്പെട്ട പ്രാവുകളാണിത്. അതിന്റെ ഇത് ഒരു വെള്ളക്കലങ്ക കേട്ടോ, കറുപ്പ് കണ്ണില് വെള്ളക്കലങ്ക കണ്ണിലാണ് വന്ന പ്രാവ്. രാവിലെ ആയാലും രാത്രി ആയാലും പ്രാവ് ഒരേപോലെ പറക്കണ പ്രാവാണ്. കുറെ കാലമായിട്ട് പരിചയമുള്ള പ്രാവുകളാണ് ഈ വെള്ളവർഗം പ്രാവുകൾ. ഈ പ്രാവട്ടെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് നെറ്റിൽ നിന്ന പ്രാവ്. നെറ്റിൽ അസാധ്യമായിട്ട് കണ്ണിങ്ങാറ് നെറ്റും കൂടെ ഉണ്ട്. അതിന്റെ മുകളിൽ ഇരിക്കുള്ളൂ പ്രാവ്. അടിപൊളിയായിട്ട് ലേറ്റിട്ടെടുത്ത് അങ്ങനെ കാണാം നമുക്ക്. അല്ലെങ്കിലും ആള് പറഞ്ഞോളും.